രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയിരിക്കണു. അനിയനെ വെയിറ്റ് ചെയ്യണം. നമ്മൾ എന്നിട്ട് സെപ്പൂൻ്റെ നിക്കാഹിന് തലേന്നൊക്കെയുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാം. പർച്ചേസ് ചെയ്യോ ഇല്ലയെന്ന് അറിയില്ല, നോക്കാൻ പോവാണ്. ഓക്കെ. ചെറിയൊരു സമയം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ നടത്തി. അപ്പോഴേക്കും ഹനി എത്തിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ മങ്കട പുതിയതായി ഓപ്പൺ ചെയ്ത ബുട്ടീക്ക് ഐവറി എലഗൻസിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവർ ഫസ്റ്റ് മലപ്പുറത്താണ് ഓപ്പൺ ചെയ്തിരുന്നത്, പിന്നെ ഇവർ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് ബുട്ടീക്ക്. അത്യാവശ്യം നല്ല അടിപൊളിയാണ് ബുട്ടീക്കിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇവർ നമുക്ക് ഔട്ട്ഫിറ്റ് ചെയ്തു തരും എന്നുള്ളതാണ്. ഈ ഒരു കാലത്ത് അത് അത്യാവശ്യം വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. നമ്മൾ പാവങ്ങൾക്കും നമ്മുടെ ബിഗ് ഡേയിൽ അണിഞ്ഞൊരുങ്ങി ഉഷാറായി നിൽക്കണ്ടല്ലേ ബാക്കിയുള്ളവരെ പോലെ തന്നെ. പിന്നെ അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഓണറാണെന്നുണ്ടെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ കസ്റ്റമേഴ്സിനോടൊക്കെ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ആരും അവിടുത്തെ സ്റ്റാഫാണെന്ന് കരുതി തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഞങ്ങൾ നേരെ വരുന്ന വഴി നമ്മൾ പോകുമ്പോൾ നോട്ടിട്ട് വെച്ചിരുന്ന ഒരു ചായക്കട ഉണ്ടായിരുന്നു. അത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി 3 ചായയും ഒരു പ്ലേറ്റ് ചിക്കൻ പൊക്കവടയും പിന്നെ ബ്രെഡ് പോക്കറ്റും പിന്നെ സപ്പൂന് മറ്റേ ഇത് വേണമെന്ന് പറഞ്ഞു. അതാ ആ അരിയുണ്ട പോലെയുള്ള സാധനം മധുരമാണ് അത്, അങ്ങനെ അതും കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല നല്ല വൈബാണ് കേട്ടോ അവിടെ. പിന്നെ ബാങ്ക് കൊടുക്കാൻ ടൈമായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.